എന്താടാ ഷിൻചാനെ രാവിലെ ഫ്രാങ്ക്ലിൻ ഞാനാണെങ്കിലേ ഒരു കിടിലൻ ന്യൂസ് ഉണ്ട്. എന്താണ് ഷിൻചാനെ ന്യൂസ്? ഫ്രാങ്ക്ലിൻ ന്യൂസ് എന്താന്ന് വെച്ചാലേ ഒരു കിടിലൻ ന്യൂസ് ആണ്. അവിടെയല്ലേ ഒരു സ്ഥലത്ത് കിടിലൻ റേസ് നടപ്പുണ്ട് ഫ്രാങ്ക്ലിൻ. നമുക്ക് ആ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ എന്താടാ ഷിൻചാനെ, ഞാൻ റെഡി റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. വന്ന് വണ്ടി കയറ്. ഓക്കെ ഫ്രാങ്ക്ലിൻ, സെറ്റ്. 5 വട്ടത്തെ റേസ് ചാമ്പ്യനായ ദശമൂലൻ ദാമൂനെ നമ്മ തോപ്പിക്കണം. പിന്നെ നമ്മ തോപ്പിച്ചില്ലേ ഗൈസ്? എടാ ഷിൻചാനെ, നമ്മ ദശമൂലൻ ദാമൂനെ തോപ്പിക്കൂലേ? പിന്നെ ഫ്രാങ്ക്ലിൻ നമ്മളല്ലാണ്, പിന്നെ ആരാണ് ദശമൂലൻ ദാമൂനെ തോപ്പിക്കാവണ റേസിൽ? അതൊക്കെ അത്രയുള്ളൂടെ ഷിൻചാനെ. ഷിൻചാനെ ലൊക്കേഷൻ എങ്ങനെ? ഞാൻ പറഞ്ഞുതരാം ഫ്രാങ്ക്ലിൻ. നേരെ റൈറ്റ് എടുത്ത്. ഓക്കെ, റൈറ്റ് എടുത്ത്. ഇനി എങ്ങോട്ടാ? ഫ്രാങ്ക്ലിൻ നേരെ അങ്ങോട്ട് വിട്ടു. ഒരൊറ്റ ലെഫ്റ്റ്. ഓ ഫ്രാങ്ക്ലിൻ സീരല്ലേ ഗായ്സ്. അങ്ങനെ നമ്മൾ റേസ് ലൊക്കേഷനിലെത്തി. എടാ ഷിൻചാനെ, റേസ് എപ്പോൾ തുടങ്ങും? ഫ്രാങ്ക്ലിൻ ഇനി ആൾക്കാരൊക്കെ വരാണ്ട്. റേസ് തുടങ്ങാനായിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കും. ഓക്കെടാ ഷിൻചാനെ, നമുക്ക് അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് റേസിൻ്റെ ഒക്കെ കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ അതെ, എങ്ങനെയാണ് നമ്മളെ സെറ്റിംഗ് ഒക്കെ? എടാ ഷിൻചാനെ, നമ്മുടെ ഒപ്പോണൻ്റ് ഏത് വണ്ടി എടുക്കണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒപ്പോണൻ്റ് ഇല്ലേ എടുക്കാൻ പോണ വണ്ടിയേ ഏതെങ്കിലും താറ്. അല്ലാ ഗായ്സ്, നിഞ്ചേച്ചിട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഇവന്മാരെ എടുക്കണ വണ്ടിയിൽ. ഇവന്മാരേതെങ്കിലും കുറഞ്ഞ വണ്ടി എടുത്താൽ മതിയായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ ഗായ്സ് നമുക്ക് റേസ് തുടങ്ങാൻ പോണേന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിൻ കത്തിച്ചു തരണോട്ടാ. ഫ്രാങ്ക്ലിൻ ഫുൾ സ്പീഡായിരിക്കണം. അങ്ങനെ നമ്മളെ ഫ്രാങ്ക്ലിൻ വണ്ടി കയറാൻ പോണാണ്. ഫ്രാങ്ക്ലിൻ എന്നെ കൊണ്ടുപോകണല്ലേ? ഇല്ലടാ ഷിൻചാനെ. ഗായ്സ് അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ വണ്ടി എടുത്തിട്ടുണ്ട്. ഗായ്സ് ഇത്തവണ നമ്മുടെ റേസിൽ നമ്മ ജയിച്ചിരിക്കണം ഗായ്സ്, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ്റെ വില പോവും. ഗായ്സ് ഇവന്മാരെല്ലാവരും ലംബോർഗിനിലാണല്ലോ എടുത്തേക്കണ. ഗൈസ് ഞാൻ മാത്രം നീസാൻ GTRലേ ഉള്ളൂ. ഗൈസ് ഞാൻ കത്തിച്ച് പറഞ്ഞേട്ടാ. ഗൈസ് ഇവന്മാർ ബാക്കിൽ കണ്ടം വഴിയുണ്ട് കേട്ടോ. ഗൈസ് നമ്മ കത്തിച്ച് പോകണം, അല്ലെങ്കിൽ ശരിയാവൂല. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കരുത്. ഫ്രാങ്ക്ലിൻ ഞാനേ ഹെഡ്ഫോൺ വെച്ചിട്ട് കമൻട്രി പറയാം. ഓക്കെടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ബാക്കിൽ ആൾക്കാരുണ്ട് കേട്ടാ, സൂക്ഷിക്കണം. എടാ ഷിൻചാനെ, അതൊക്കെ ഞാൻ ഏറ്റ്. ഫ്രാങ്ക്ലിൻ ആ വളവിത്ത് ഡേഞ്ചർ ആയിരുന്നല്ലേ? എടാ ഈ റേസ് ഭയങ്കര ഡേഞ്ചറാണടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ഭയങ്കര ഡേഞ്ചറാണല്ലേ? അതിനാടാ ഷിൻചാനെ നമ്മുടെ ഈ റേസിൽ ചേർന്ന അബദ്ധം എന്നതാണ്. ഫ്രാങ്ക്ലിൻ എന്തായാലും റേസിൽ ചേർന്ന് നമ്മ ജയിക്കണം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ ജയിക്കാൻ. അത് മതി ഫ്രാങ്ക്ലിൻ, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ല അല്ലേടാ ഷിൻചാനെ? എന്തായാലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഫ്രാങ്ക്ലിൻ അതെ, ഞാൻ ഇപ്പോൾ ഫ്രാങ്ക്ലിൻ റോട്ടിൽ നിന്ന് കണ്ടല്ലേ? ആടാ ഷിൻചാനെ, നീ ആ ട്രാക്കിൻ്റെ അവിടെ ചെന്ന് തന്നെ ഈ റേസിൻ്റെ ഇടയിലെങ്ങാനും കയറി വന്നാൽ നിനക്ക് പണി കിട്ടൂട്ടാ. എന്ത് പണിയാണ് ഫ്രാങ്ക്ലിൻ കിട്ടണ? എടാ ഷിൻചാനെ, നിന്നെ ആ ലംബോർഗിനിക്കാരന്മാർ പോലും വന്ന് ഇടിക്കും. അവന്മാർ പോലും വന്ന് ഇടിച്ചാലേ ഞാൻ അവന്മാരുടെ തലക്കിട്ടടിക്കും. ഗായ്സ് ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. ഗൈസ് ഇവന്മാരുടെ വണ്ടി ലംബോർഗിനി, എൻ്റെ വണ്ടി GTR. ഇതെന്താണ് ഗൈസ്? ന്യായമില്ല. ലംബോർഗിനി കൂടിയ വണ്ടി GTR തൊട്ട് പറഞ്ഞു കിട്ടി. അതെന്തെങ്കിലും ആവട്ടെ. നമ്മൾ GTR കൊണ്ടുവന്നുകൊണ്ടാണ്. നമ്മുടെ പഴയ ലംബോർഗിനി എങ്ങാനും ട്രവർ കൊണ്ടുവന്നായിരുന്നെങ്കിൽ വേണ്ടെന്നും പറഞ്ഞ് നമ്മൾ റേസ് ചെയ്യിക്കൂലേ? ഫ്രാങ്ക്ലിൻ GTRയിലും പൊളിയില്ലേ? ലംബോർഗിനി അല്ല, ശരിക്കും GTR ആണ് ലംബോർഗിനിയിലും പൊളി. ഫ്രാങ്ക്ലിൻ സീനാണ്. എടാ ഷിൻചാനെ, നീ അവിടെ തന്നെ നിൽക്കി. ഫ്രാങ്ക്ലിൻ സീനാണ്. ഇതൊക്കെ ഞാൻ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഫ്രാങ്ക്ലിൻ വാക്ക് പാലിക്കണേ, കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കംപ്ലീറ്റ് ചെയ്യാണ്ട് ഷിൻചാനെ, ഈ വളവ് ഞാൻ നേരത്തെ ഇത്തിരി ടഫായിട്ട് വളച്ചായിരുന്നു. ഇത്തവണ ഞാൻ എളുപ്പത്തിൽ വളച്ചേണ്ട. ഫ്രാങ്ക്ലിൻ പൊളി. ഫ്രാങ്ക്ലിൻ അവന്മാരെ കയറാൻ വേണ്ടി വരുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ എൻ്റെ സൈഡിൽ ലംബോർഗിനി. എടാ ഷിൻചാനെ, അവന്മാർ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തടാ. അവന്മാർ കയറണ്. ഗായ്സ് നമ്മ രക്ഷപ്പെടണം. കത്തിച്ചു വിട് ഫ്രാങ്ക്ലിൻ. എല്ലാവരും ലൈക്ക് അടിക്കട്ടെ ഗായ്സ്. എല്ലാവരും ലൈക്ക്. എനിക്ക് പവർ ഇതാ. എല്ലാവരും ലൈക്ക് ചെയ്ത് ഫ്രാങ്ക്ലിൻ പവർ
അത് തന്നെ ഗൈസ്, എല്ലാവരും എനിക്ക് റേസ് ചെയ്യിക്കാനുള്ള പവറാ. ഒരുത്തരിപ്പോൾ സൈഡ് ടു സൈഡായിട്ട് വന്ന് ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്തേരെ ഗൈസ്. എനിക്ക് റേസ് തീരാറായപ്പോൾ ട്രിക്ക് മനസ്സിലായത്, വളവിൽ ആക്സിലേറ്റർ കൊടുക്കരുത്. ഫ്രാങ്ക്ലിനാണ് റേസ് നമ്മൾ ജയിച്ചെന്നാണ് ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനാണ് റേസ് ജയിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ റേസ് ജയിച്ചേ ഡിങ്കടിക്കായോ ഗൈസ്. അങ്ങനെ നമ്മുടെ റേസ് നമ്മൾ ജയിച്ചിരിക്കുന്നു അല്ലേ. നമ്മൾ സീരല്ലേ ഗൈസ്, നമ്മൾ അങ്ങനെ റേസ് ജയിച്ച്. ഫ്രാങ്ക്ലിനാണ് എന്നെ ഒന്ന് വണ്ടി കയറ്റി. അപ്പോൾ ഫ്രാങ്ക്ലിനാണ് നേരെ വണ്ടി കിട്ടോ. ഓക്കട ഞാനേ ഫ്രാങ്ക്ലിനാണ് എന്നെയും കൂടി ട്രാക്ക് ചെയ്യുമെന്ന് കാണിച്ചു തരാടാ. അതെ നീ കാണുന്നില്ലേ ട്രാക്ക്? ഫ്രാങ്ക്ലിനാണ് ഈ ട്രാക്ക് കൊള്ളാല. പിന്നെ അല്ല ഷിൻജാനെ ട്രാക്ക് ഇടില്ലോ അല്ലേ? അതെ ഫ്രാങ്ക്ലിനാണ്, എനിക്ക് ഈ ട്രാക്ക് ഇഷ്ടപ്പെട്ട്. ഷിൻജാനെ ഞാനാണ് ഈ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച്. ഫ്രാങ്ക്ലിനാണ് നമുക്കിനി വീട്ടിൽ പോവാ. അതൊക്കെ പോവാം, പക്ഷെ നമുക്ക് എന്ത് പ്രൈസാണ് കിട്ടണത്? ഫ്രാങ്ക്ലിനാണ് നമുക്ക് പ്രൈസ് എന്താണെന്ന് നമുക്ക് ഇയാളുടെ അടുത്ത് ചോദിക്കണം. എടാ ഷിൻജാനെ വാ, നമുക്ക് ഇയാളുടെ അടുത്ത് പ്രൈസ് എന്താ ചോദിക്കാം. ഗായ്സ്, എനിക്ക് മനസ്സിലായി പ്രൈസ് എന്താന്ന്. എടാ ഫ്രാങ്ക്ലിനെ, നിനക്ക് പ്രൈസ് എന്താന്ന് മനസ്സിലായ? ഇല്ല ചേട്ടാ, ഞാനിവിടെ നിനക്ക് വേണ്ടി ഒരു കിടിലൻ GTR ഇട്ടിട്ടുണ്ട്. ഈ GTR നോർമലല്ല, ഈ പെയിൻറ്റിൻ്റെ അടിയിലില്ലേ കിടിലൻ ഗോൾഡ് പ്ലേറ്റഡ് സാധനമാണ്. ഈ പെയിൻറ്റിൻ്റെ അടിയിൽ നോക്കിയാൽ മതി, കിണ്ണം ഗോൾഡാണ്. ഫ്രാങ്ക്ലിനാണ് അത് കിടിലൻ ഗോൾഡാന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിനാണ് ആ GTR ഞാൻ വീട്ടിലോട്ട് ഓടിക്കാം. ഓക്കടാ ഷിൻജാനെ, നീ വീട്ടിലോട്ട് ആ GTR ഓടിച്ചോ. ഞാൻ നമ്മുടെ സ്വന്തം GTR ഓടിക്കാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ഗുഡ് ബൈ.